സാർ, ഇപ്പോൾ സിനിമാ താരങ്ങളായ ദുൽഖർ സൽമാൻ്റെ അതുപോലെ പൃഥ്വിരാജിൻ്റെയൊക്കെ വീട്ടിൽ ആദ്യം കസ്റ്റംസ് റെയ്ഡ് നടത്തി, പിന്നീട് ED റെയ്ഡ് നടത്തി. ഈ ഭൂട്ടാനിൽ നിന്നും മറ്റും വാഹനം ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തൃശ്ശൂർ MPയും സഹമന്ത്രി കൂടെ സുരേഷ് ഗോപി പറയുന്നു, ഇത്തരത്തിലുള്ള EDയുടെ റെയ്ഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനാണ്. സുരേഷ് ഗോപി അങ്ങനെ പറയുമ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയമായിട്ട് കാണുന്ന ചില ആളുകളുണ്ടല്ലോ. അല്ല, അതെ അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല. കാരണം എന്ത് തന്നെ ആയിരുന്നാലും ശരിയാണ്, അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാപരമായ തെറ്റുകളുണ്ട്. ഒന്നാമത്തെ തെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂട്ടാനിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യാജരേഖകൾ ചമച്ച് വില കൂടിയ വാഹനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് മറിച്ച് വിൽക്കുന്ന ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. ഇന്ന് തുടങ്ങിയതല്ല. പല സ്ഥലങ്ങളിലും കസ്റ്റംസ് ഇത് അന്വേഷിച്ചിട്ടുണ്ട്. ഇത് സംബന്ധമായി അന്വേഷണം തുടങ്ങി ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് ഒരു വാർത്ത ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നിരുന്നു. ഇങ്ങനൊരു വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, ഇതിങ്ങനെ വില കൂടിയ കാറുകൾ, വളരെ ആഡംബര വാഹനങ്ങൾ അവിടെ നിന്ന് ഈ കുറഞ്ഞ വിലക്ക് കൊണ്ടുവന്നതിന് ശേഷം നികുതി വെട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അതിനെ പലതരത്തിൽ വിൽക്കുന്നുണ്ട്, മറിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നവരെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, പിന്നെ വേറൊരു സിനിമ അമിത് ചക്കാലക്കൽ തുടങ്ങിയ സിനിമാ താരങ്ങളും സിനിമാ താരങ്ങളല്ലാത്തവരുടെയും വീടുകളിൽ റെയ്ഡ് നടന്നിട്ട് കുറേയേറെ വാഹനങ്ങൾ പിടിച്ചെടുത്തു. അപ്പോൾ ഇത് പിടിച്ചെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇത് കസ്റ്റംസ് അതിൻ്റെ രേഖയും സമർപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാജരേഖയാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ട് എന്നുള്ളതാണ്. കസ്റ്റംസിൻ്റെ കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ ഈ രേഖകൾ വ്യാജമാണ് എന്നുള്ളതാണ്. അതിൻ്റെ നിജസ്ഥിതി ഇനി കോടതിയിൽ വെച്ച് തെളിയിക്കപ്പെടേണ്ട ഒന്നാണ്. തൻ്റെ വാഹനം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ദുൽഖർ നടൻ കേസ് കൊടുത്തിരുന്നു. ആ കേസ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ല വിധി വന്നത്. നിങ്ങൾ അഡ്ജൂഡിക്കേറ്റിംഗ് ഏജൻസിയെ സമീപിക്കാൻ പറഞ്ഞു. ആ അഡ്ജൂഡിക്കേറ്റിംഗ് ഏജൻസിയെ സമീപിച്ചതിന് ശേഷം അഡ്ജൂഡിക്കേറ്റിംഗ് ഏജൻസിക്ക് യുക്തമായ തീരുമാനമെടുക്കാം. തീരുമാനം എന്തായാലും അത് സ്പീക്കിംഗ് ഓർഡറിലൂടെ വ്യക്തമാക്കണം എന്നൊരു സജഷൻ കൂടി കൊടുത്തുകൊണ്ട് കോടതി ആ കേസ് അവസാനിപ്പിച്ചു. ഇത് ഇങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ടെങ്കിൽ ഇത് സാമ്പത്തിക കുറ്റമാണ്. അപ്പോൾ ഒരു സാമ്പത്തിക കുറ്റം നടന്നിട്ടുണ്ട് എങ്കിൽ ആ സാമ്പത്തിക കുറ്റത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് EDയുടെ ചുമതലയാണ്. ഇതുകൊണ്ടല്ല ഇനി വരാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ദേവസ്വത്തിൻ്റെ FIR ഇടില്ലേ? അതെ, ദേവസ്വത്തിൻ്റെ FIR ഇട്ട് കഴിഞ്ഞാൽ EDയുടെ അന്വേഷണം ഉറപ്പാണ് അതിനകത്ത്. കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടും സാമ്പത്തികമായ ഒരു ഒരു അത്യാഹിതം തന്നെ അവർ ചെയ്തേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നും ആ സംഭവത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് എന്തെല്ലാം സാമ്പത്തികമായ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, അതിൽ നിന്ന് അവർ എത്രയൊക്കെ സ്വീകരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ബാധ്യത ഉള്ള ഒരു ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അത് അവരുടെ ജോലിയാണ്. ഇപ്പം നിങ്ങളിരുന്നുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ലേ, അതെ, അതുപോലെ അവരുടെ ജോലിയാണത്. അപ്പോൾ ഈ കസ്റ്റംസ് ആദ്യം തന്നെ ഒന്നാമത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് ഉദ്യോഗസ്ഥരും ഈ ഉന്നതരായ വ്യക്തികളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുൻപ് തെളിവുകൾ ഫുൾ പ്രൂഫ് ആക്കിയതിന് ശേഷം പോകുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് പണി കിട്ടും. അവരായിരിക്കും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുക. വിശേഷിച്ചും മമ്മൂട്ടിയെ പോലുള്ളൊരു മെഗാസ്റ്റാറിൻ്റെ അതിൽ ഇപ്പോൾ ഈ കഴിഞ്ഞതിൽ മമ്മൂട്ടിയുടെ വീടും അവർ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്നും വാഹനം ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ ആഡംബര കാറുകൾ വാങ്ങിക്കൂട്ടുന്നവരിലേക്കാണ് ഇതെത്തിയത്. മാത്രമല്ല, കോയമ്പത്തൂർ പോയിട്ട് അവർ റെഡി ചെയ്തിട്ടൊരു സ്ഥലം കണ്ടെത്തി. അവിടെ ഈ ആഡംബര കാറുകൾ കൊണ്ടുവന്നിട്ട് അത് പൊളിച്ചിട്ട് ഈ ആഡംബര കാറുകൾ വാങ്ങിയിട്ടുള്ളവർക്ക് സ്പെയർ പാർട്ടായിട്ട് വിൽക്കുകയാണ്. അത് ഇരട്ടി ലാഭമാണ്. ഇത് പൊളിച്ചു കളയും. പൊളിച്ചു കളഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ തനിക്ക് വേണ്ടി വരുമല്ലോ, ഏതെങ്കിലും ഒരു ഭാഗം തനിക്ക് വേണ്ടി വരും. അപ്പോൾ ആ ഭാഗത്തിന് അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്ന വിലക്കത് വാങ്ങിക്കേണ്ടി വരും. തനിക്കിത് ശരിക്ക് കമ്പനിയുടെ അല്ലാത്തതുകൊണ്ട് കമ്പനി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരില്ല. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. കാരണം ഇത് നിയമപ്രകാരം വന്നിരിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ അന്വേഷണവും നടക്കുന്നത്. ED റെയ്ഡ് ചെയ്യും. ED റെയ്ഡ് ചെയ്ത് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ടുണ്ടാക്കും. അതൊരു സിവിൽ നേച്ചറിലുള്ളൊരു അന്വേഷണമാണ്, ക്രിമിനൽ അല്ല. അത് സെക്ഷൻ 3, 4, 8 ഇതനുസരിച്ചിട്ടായിരിക്കും അന്വേഷണം നടക്കുക. ആ സെക്ഷൻ ED ആക്ടിൻ്റെ 99 ED ആക്ട്, മോഡി വന്നിട്ട് ഉണ്ടാക്കിയതല്ല. ആ 1999 ED ആക്ടിൻ്റെ സെക്ഷൻ 3, 4, 8 ഈ വകുപ്പുകൾ അനുസരിച്ചിട്ടായിരിക്കും അവരന്വേഷിച്ചേക്കണം. അവരന്വേഷിക്കും, അവരതിൻ്റെ മേൽ നടപടികൾ സ്വീകരിക്കും. ഇതിൽ നിങ്ങൾ സാമ്പത്തിക ക്രമക്കേട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിഴ അടക്കേണ്ടി വരും. ഇതാണ് സംഭവിച്ചേക്കണം. ഇനി രണ്ടാമത്തെ സംഭവം ഏതാണ്? ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയാണ്. അതെ, പകൽ കൊള്ളയാണ് ശബരിമലയിൽ. ഇത് ഈ 1.5 കൊല്ലം മുമ്പ് കസ്റ്റംസ് ആരംഭിച്ച ഭൂട്ടാൻ കേന്ദ്രീകൃതമായിട്ടും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നും കടത്തിക്കൊണ്ടുവരുന്ന ആഡംബര വാഹനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടതല്ല ഇത്. ഇത് കഷ്ടി 1 മാസത്തിനുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു സംഭവമാണ്. ശബരിമല അതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. ഒരു ദിവസം ഒരു ഉണ്ണികൃഷ്ണൻ പോയിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഉണ്ണികൃഷ്ണൻ പോയിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു അതിൻ്റെ അടിഭാഗം പോയിട്ടുണ്ട് എന്ന്. 2 ഇതുണ്ട്, സ്റ്റാൻഡുണ്ട്, പീഠങ്ങളുണ്ട്. ആ പീഠങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്, അത് കാണുന്നില്ല എന്ന് പറയുന്നു. പീഠങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോൾ പീഠങ്ങൾ ഉണ്ണികൃഷ്ണൻ പോയിട്ടുള്ള പെങ്ങളുടെ വീട്ടിലിരിക്കുന്നു. അവിടെ മുതലാണ് ഇത് അന്വേഷണം തുടങ്ങിയത്. അന്വേഷണം തുടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1998-ലും 9-ലുമായിട്ടാണ് വിജയ് മല്യ 30.56 കിലോഗ്രാം സ്വർണം വെച്ചുകൊണ്ട് ശബരിമല ശ്രീകോവിൽ സ്വർണത്തിൽ പൊതിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചത്. അതാണ് അതിൻ്റെ ഇത്. സ്വർണത്തിൽ പൊതിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് എന്താണെന്ന് വെച്ചാൽ അന്ന് ഇത് ഡെയിലി പത്രത്തിൽ വാർത്തയാണ്. അന്നും ശബരിമല ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന് പറഞ്ഞാൽ കണ്ഠരര് രാജീവരരാണ്. ഇപ്പോഴത്തെ തന്ത്രി തന്നെയാണ്. ഇപ്പോഴത്തെ തന്ത്രിയാണ് അന്നത്തെ തന്ത്രിയും. വളരെ സുമുഖനായ അദ്ദേഹം ഇവരുടെ കൂടെ നിൽക്കുന്ന ചിത്രമൊക്കെ അന്ന് മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ വന്നിട്ടുണ്ട്. അന്ന് പത്രമാണ് പ്രധാനപ്പെട്ട സംഗതി. പത്രത്തിൽ വന്ന് അതൊക്കെ ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ ഇടയില്ല. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ശരിയാണ്, ഒരു വലിയ വ്യവസായി വന്നിട്ട് UB ഗ്രൂപ്പ് എന്ന് അങ്ങനത്തെ ആ UB ഗ്രൂപ്പിൻ്റെ ഒരു വലിയ കള്ള് വ്യവസായി വന്നിട്ട്, ഞാൻ അതിനകത്ത് ഒരു ഐറണി ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഈ കള്ള് വ്യവസായി വന്നിട്ട് സ്വർണം പൂശുന്നു എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ സ്ഥലത്തും കള്ള് വ്യവസായികൾ ക്ഷേത്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും കൈയയച്ച് സംഭാവനകൾ നൽകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തായാലും സ്വർണം പൂശിയത് നന്നായി. കാരണം ശ്രീകോവിൽ ഒരാൾ അത്രയും സ്വർണം കൊടുത്ത് പൂശിക്കുകയാണല്ലോ. പൂശിയതല്ല, സ്വർണത്തിൻ്റെ പാളി ഉണ്ടാക്കിയിട്ട് പൊതിയാണ് ചെയ്തത്. ആ ടെക്നോളജിയാണ് അന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് പൊതിഞ്ഞു. ഇത് കുറേ കാലമായിട്ട് നിൽക്കുന്നതാണ്. അത് രണ്ടാം ഘട്ടത്തിലാണ് എന്ത് വരുന്നത്, 19 അത് വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിക്കുകയാണ്. അതിന് മങ്ങലേറ്റു എന്ന് പറഞ്ഞു, ദ്വാരപാലകന്മാർക്ക് മങ്ങലേറ്റു എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്ന്, ഈ ദ്വാരപാലകന്മാരെ തൊടില്ല. ഇല്ല. ശബരിമലയിൽ പോയിട്ടില്ലേ? അതെ. ദ്വാരപാലകന്മാരെ ഒരാളും തൊടാറില്ല.
രണ്ടാമത്തെ കാര്യം, അവിടെ നിന്ന് ദ്വാരപാലകന്മാരെ തൊടാനുള്ള സമയം ആർക്കും കിട്ടില്ല. അതെ, ചെറിയ സമയമായിരിക്കും നമുക്കൊന്ന് ദർശനം. നമ്മൾ ആകെ അയ്യപ്പനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മതി. അതെ, നമ്മൾ അങ്ങോട്ട് പോകും. അല്ലെ നമ്മളെ പോലീസ് തള്ളിവിടും. ഞാൻ അവിടെ 2016 തിരുവോണത്തിൻ്റെ അന്ന് ശബരിമല പോയിട്ടുണ്ട്. പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്ക് ശബരിമലയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അന്നത്തെ പ്രസിഡൻ്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയതാണ്. അങ്ങനെ 2016 തിരുവോണം ഞാൻ ഉണ്ടത് ശബരിമല എന്നാണ്. ഞാൻ അവരുടെ പ്രസംഗിക്കുകയും ചെയ്താൽ ഞാൻ തലേന്ന് പോയി പമ്പയിൽ നിന്ന് കെട്ട് നിറച്ച്, ഞാൻ അന്ന് ചെയർമാനാണ്, അവിടെ നിന്ന് നേരെ വന്ന് പമ്പയിൽ കുളിച്ചു, ഈറൻ ഉടുത്തുകൊണ്ട് പമ്പയിൽ നിന്ന് കെട്ട് നിറച്ച് കഴിഞ്ഞിട്ട് മല കയറി, അത് കഴിഞ്ഞ് 18-ാം പടി കയറി തേങ്ങ ഉടച്ച് ശബരിമല ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം അന്ന് അവിടെ തങ്ങി അടുത്ത ദിവസം രാവിലെ ഹോമത്തിൽ പങ്കെടുത്ത്, അപ്പം ഞാൻ അവിടെ കുറേ സമയം ഇരുന്ന് ഈ ഹോമം കഴിയുന്നത് വരെ. അപ്പോഴും ആരും ഈ ദ്വാരപാലകന്മാരെ തൊട്ടിട്ടില്ല. തൊടേണ്ട സാഹചര്യമില്ല. പക്ഷെ എന്തായാലും തൊട്ടു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പറയുന്നു. അന്നാണ് ഈ 10 പേര് ചേർന്നിട്ട് ഇത് സ്വർണമല്ല ചെമ്പാണ് അവിടെ ഉള്ളത് എന്ന മഹസർ ഉണ്ടാക്കിയ സമയത്ത് ആ മഹസറിൽ ഒപ്പിട്ടതും ആരായിരുന്നു? കണ്ഠരര് രാജീവരരായിരുന്നു. ചെമ്പാണെന്നുള്ളത്. അതിൻ്റെ പ്രശ്നം അതാണ്. ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം പൂശിയതല്ല, ചെമ്പാണതെന്നാണ്. സ്വർണത്തിൽ പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത്, ഗോൾഡ് ക്ലാഡഡ് കോപ്പർ എന്നുള്ളത് വെറും കോപ്പറാക്കി മാറ്റിയ മഹസറിൽ ഒപ്പിട്ടതും ഈ കണ്ഠരര് രാജീവരരാണ്. അതിനകത്ത് ഐറണി ഉള്ളത്, ഇത് സ്വർണം പൊതിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ ചെയ്തു. അദ്ദേഹം തന്നെ ഇത് തിരിച്ചു വന്നിട്ട് ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ്, ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടതെന്ന് വെച്ചാൽ കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നാണ്. ഒന്നാമത്തെ കുറ്റവാളി അങ്ങേരാണേ, അദ്ദേഹമാണ് അതിൻ്റെ ഒന്നാം കുറ്റവാളി. കാരണം ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ. ഇപ്പോൾ രണ്ടാമത് ഇപ്പം ഇത് കൊണ്ടുപോയില്ലേ, മൂന്നാമത് ഇത് കൊണ്ടുവരുമ്പോഴും കണ്ഠരര് രാജീവരര് തന്നെയാണ് തന്ത്രി. അപ്പോൾ ഈ രീതിയിലുള്ള അത് കോടതി നിരീക്ഷിക്കുകയും അതിനെ തുടർന്നാണ് ഇന്നിപ്പം നമ്മൾ കാണുന്ന ശബരിമലയിലെ കോലാഹലങ്ങളൊക്കെ പൊങ്ങി വന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിമല പ്രശ്നവും ആഡംബരക്കാറിൻ്റെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസിൻ്റെയും EDയുടെയും അന്വേഷണവും തമ്മിൽ ഒരു തരത്തിലും ബന്ധപ്പെടുന്നതല്ല. ഇനി അതിനേക്കാൾ എല്ലാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ED ഉദ്യോഗസ്ഥരാണ്. അതെ, അതിൻ്റെ നിയമമുണ്ട്. അവരാ നിയമം അനുസരിച്ച് ചെയ്യുള്ളൂ. ആരെങ്കിലും പറഞ്ഞാൽ അവർ പറയും എഴുതി കൊടുക്കാൻ പറയും. അത് വാക്കിൽ പറഞ്ഞാൽ അവർ ചെയ്യില്ല. കാരണം വാക്കിൽ പറഞ്ഞപ്പോൾ സിനുജിയുടെ വീട്ടിൽ പോയിട്ട് റെയ്ഡ് നടത്താൻ ഞാൻ വാക്കിൽ പറഞ്ഞ് അവർ വന്ന് റെയ്ഡ് നടത്തി താൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആര് കൊടുങ്ങും? ചെയ്തവർ കൊടുങ്ങും. അതുകൊണ്ട് അവർ ചെയ്യില്ല. അവർ കൃത്യമായിട്ട് ഇതിൻ്റെ തെളിവ്, ഇതിൻ്റെ അന്വേഷണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ചെയ്യുള്ളൂ. ED വിശേഷിച്ചും ED അന്വേഷണത്തിൽ കാലതാമസം എന്ന് പറയുന്നില്ലേ, അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് കാലതാമസം വരും. കാരണം ഒരു ഘട്ടത്തിൽ ഇവർ അന്വേഷിച്ച് പ്രാഥമിക വിവരങ്ങൾ മുഴുവൻ കളക്ട് ചെയ്ത് അത് ഇവർ പ്രോസസ്സ് ചെയ്ത് അവിടെ കൊടുത്തു. ഇതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി കൂടി ഇത് അന്വേഷിക്കേണ്ടതാണെന്ന് ബോധ്യപ്പെട്ട് ഇവർ അന്വേഷണം ഏൽപ്പിക്കുന്നു. ഇന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുന്നു. ആ കാര്യങ്ങളെല്ലാം ചെയ്ത് വീണ്ടും കൊടുക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സാധാരണഗതിയിൽ അതിലൊരു തെറ്റ് വരിക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. പക്ഷേ തെറ്റ് വരില്ല എന്നല്ല, കുറവാണ് സാധ്യത എന്ന് മാത്രമേ ഉള്ളൂ. അതും ഇവിടെ എന്താണ് ഈ മറ്റേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പോലീസുകാർ നടത്തുന്ന അന്വേഷണം, അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് എന്ന് സുരേഷ് ഗോപി എന്തിൻ്റെ പേരിൽ പറഞ്ഞാലും അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. തെറ്റാണത്. കാരണം വസ്തുതകൾ ഞാനീ പറഞ്ഞതാണ്. ഇനി സിനിമാ താരങ്ങൾ ആയതുകൊണ്ട് അവരെ റെയ്ഡ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു നിയമം രാജ്യത്ത് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇല്ല. അങ്ങനെ ഒരു നിയമം വേണമെന്ന് ഫിലിം ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നൊരു വിഭാഗത്തിന് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കാവുന്നതാണ്.
കാരണം തങ്ങളൊക്കെ ഈ സമൂഹത്തിലെ വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരും ഉയർന്ന തലത്തിൽ വ്യവഹരിക്കുന്നവരുമാണ്. അപ്പോൾ സാധാരണ പൗരന്മാർക്ക് ബാധകമാകുന്ന നിയമങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമാക്കരുത് എന്ന് അവർക്ക് ആഗ്രഹിക്കാവുന്നതാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുള്ളത് ഇക്വാലിറ്റി ബിഫോർ ലോ എന്നാണ്. നിയമം എല്ലാവർക്കും ബാധകമായതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റുന്നത്. അപ്പം ഞാൻ പ്രമാണിയായിട്ടിരുന്നിട്ട് എനിക്ക് നിയമം ബാധകമാണ് എന്ന് വരുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാകും. ഇനി ആ വിഷമം കൊണ്ടാണോ സുരേഷ് ഗോപി പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. കാരണം താൻ അടങ്ങുന്ന എന്താണ് സിനിമാ കുടുംബത്തിലേക്ക് ഇഡിയും കസ്റ്റംസും എല്ലാം കടന്നു വന്ന് തങ്ങളെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ വരരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാകാം ഇത് പറഞ്ഞത്. പക്ഷെ എന്തൊക്കെയായാലും ശരിയാണ്, ഒരു കേന്ദ്രമന്ത്രിയായി ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നടത്തിയത് കലങ്ക് യോഗത്തിലാണ്. താൻ കലുങ്കിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഈ കലുങ്കുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാ ചെറുപ്പക്കാരും അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഒരു 6:30-7 മണിയാകുമ്പോൾ അവിടെ ഒത്തുകൂടും. 1 മണിക്കൂർ ഇരുന്ന് പരദൂഷണം പറഞ്ഞിട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ കലുങ്കിൻ്റെ യോഗത്തിൽ വിടുവായത്വവും പരദൂഷണവും ഒക്കെയാണ് നടക്കുക. അദ്ദേഹവും ഒരു കലുങ്ക് യോഗത്തിലാണിത് പറഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ കലുങ്ക് യോഗത്തിലാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ഒരു വാക്ക് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിനും രാജ്യത്തിനും അത്യാവശ്യമാണ് എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ദുൽഖറിനെയും പൃഥ്വിയെയും രക്ഷിച്ചെടുത്തത് സുരേഷ് ഗോപിയാണെന്നൊരു വ്യാഖ്യാനം കൂടി വരില്ലേ? രക്ഷിച്ചെടുത്തിട്ടില്ലല്ലോ. അല്ല, വാക്കുകൾ കൊണ്ട് അവർ രക്ഷപ്പെട്ടില്ല. അവർ കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടുള്ളൂ. രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയതായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ വാഗ്വിലാസം അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നാക്കിലിടക്ക് വികട സരസ്വതിയും കൂടി വരുമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ സംഭവിച്ചതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.